ഡേറ്റ് ആയി കാണുന്നുണ്ടോ നിങ്ങൾ? ഫയൽസ് ഒക്കെ കറക്റ്റായി എഴുതി ടീച്ചേഴ്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ I would like to share an article which I have read yesterday. Okay, അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതെന്താണെന്ന് പറയാം കേട്ടോ. So it is an article about an eagle. You all know eagle, right? പരുന്തിനെ പറ്റിയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. പരുന്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യം എന്താ? ഏറ്റവും ഉയരങ്ങളിൽ പറക്കുന്ന ഒരു പക്ഷി അല്ലേ? അതായത് എയ്റോപ്ലെയിനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ആകാശം കീഴടക്കിയ ഒരു പക്ഷിയാണ് പരുന്ത് അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പരുന്തിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിലൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ പരുന്തിന്റെ ആയുസ്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം? 70 വയസ്സാണ്. ഓക്കെ, ലൈഫ് സ്പാൻ ഓഫ് ആൻ ഈഗിൾ ഇസ് 70 years. അപ്പോൾ ഈ 40 വയസ്സാകുമ്പോഴത്തേക്കും ഈ പരുന്തിന്റെ കൊക്കുകളൊക്കെ വളഞ്ഞു തുടങ്ങും. ഓക്കെ, അതിന്റെ ക്ലോസിന് ബലമില്ലാത്തൊരവസ്ഥയിലോട്ട് മാറും. ചിറകുകൾക്ക് ഭാരം കൂടിയിട്ട് അതിന് അത്രയും ഉന്നതങ്ങളിൽ പറക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പ്രായ സമയത്ത്, അതായത് ഈ 40 yearsൽ ഈ പരുന്തിന് ഒരു തീരുമാനം എടുക്കണം. ബാക്കിയുള്ള 30 വർഷം നല്ല രീതിയിൽ ജീവിക്കണോ, അതോ ഇങ്ങനെയൊക്കെ പോയി അതൊരു മരണത്തിലേക്ക് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറുക. ഈ പരുന്ത് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സമയത്ത് ഏറ്റവും മുകളിൽ ഒരു മലയുടെ മുകളിൽ ഒരു കൂട് കെട്ടിയിട്ട് അവിടെ താമസാരംഭിക്കും. ഓക്കെ, എന്നിട്ട് അത് അതിന്റെ കൊക്ക് പാറകളിൽ ഒരസി 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 അതിനെ അടർത്തി മാറ്റും. ആലോചിക്കുക, നമുക്കൊരു നഖം പോകുമ്പോഴത്തേക്കും എന്തുമാത്രം വേദന ഉണ്ടാവും അല്ലേ? അപ്പൊ അത്രയും വേദന സഹിച്ചിട്ട് ആ പരുന്ത് അതിന്റെ കൊക്കുകളെ അടർത്തി മാറ്റും. പുതിയ കൊക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും അത് അതിന്റെ നഖങ്ങളെയെല്ലാം മുറിച്ചു മാറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓരോരോ തൂവലായിട്ട് അത് പെറിച്ച് കളയും. അപ്പോൾ ഈ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഇത് പുതിയതായിട്ട് ഈ ചിറകുകളും കൊക്കും നഖങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് കാത്തിരിക്കുക. എന്തിനാണ് അത് അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് അത്രയും വേദന സഹിക്കുന്നത്? അതിന്റെ ബാക്കിയുള്ള 30 വർഷം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ പരുന്തിൽ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും? അതായത് നമ്മളിപ്പോൾ 40 വർഷം ആയ ഒരു പരുന്തിനെ പോലെ, അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് തോന്നും, അയ്യോ എന്തിനാണ് ഇപ്പോൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്കുണ്ട് അല്ലേ? അപ്പൊ ഈ സമയത്ത്, അതായത് പഠിക്കേണ്ട സമയങ്ങളിലൊക്കെ നന്നായി പഠിച്ച് നല്ല കുട്ടികളായി നല്ലൊരു സ്വഭാവത്തോടു കൂടിയിട്ട് മാറാൻ നമ്മൾ തയ്യാറാണ്. ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മൾ ഉൾക്കൊണ്ട് എനിക്ക് മാറ്റണം എന്ന് എന്നിൽ എന്താ പറയാ സ്വഭാവം, അല്ലെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ലൊരു രീതിയിലേക്ക് മാറും എന്ന് നമ്മൾ തീരുമാനം എടുക്കണം. എന്തിനാണ് തീരുമാനം എടുക്കണമെന്ന് അറിയോ? പിന്നീടുള്ള നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം. നമ്മുടെ സ്കൂളിൽ പറയാറുണ്ടല്ലേ, സീ ദ എൻഡ് ഇൻ ദ ബിഗിനിങ്. അപ്പോൾ ആലോചിക്കുക, ഇപ്പം നമ്മൾ ആ പെയിൻഫുൾ സിറ്റുവേഷൻസിൽ കൂടിയിട്ടൊക്കെ കടന്നുപോയാൽ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് അത് നമുക്ക് മറികടത്തി നമ്മൾ ജീവിക്കാൻ തയ്യാറായ ബാക്കിയുള്ള ജീവിതം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, ഇഷ്ടായോ? ഓക്കെ, സോ now before going into the class, there is Ashwati Krishnadas of 10th A with me to have a recap of what we have studied in the last class. Okay, yes, Ashwati. Hi friends, I am Ashwati Krishnadas from 10th A. Last class we done problems for solving resistance in series connection and parallel connection. In series connection, R is equal to R1 plus R2. In parallel connection, R is equal to R1 R2 divided by R1 plus R2. And we also discussed the electrical appliances which convert electrical energy into heat energy. The first appliance we discussed in the last class is electrical heater. The main part of electrical heater is heating coil, and it is made of nichrome. It's an alloy of nickel, chromium and iron.
The properties of nichroma, high resistivity, high melting point, ability to remain red hot condition for a long time without in getting oxidized. Thank you. Thank you, Ashwati. So let's move on to the new topic, safety fuse. Have you seen the safety fuse anywhere? Yes, isn't it? Near to a meter box you can see. What is the use of the safety fuse? Do you know? It is a device that protects us and all other appliances from danger when excess current comes to our house. Okay, ചില സിറ്റുവേഷൻസിൽ എക്സസ് കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് it protects us and all the appliances from danger. Okay, and it is a device that works on the heating effect of electric current. Already in the last class we discussed about electric heater, isn't it? Microwave and oven and all we have discussed. The same way, safety fuse works on the heating effect of electric current. Is it clear? Which is the main part of this safety fuse? It is the fuse wire. Main part of the safety fuse is the fuse wire. Okay, have you seen this fuse wire? It is an alloy of tin and lead. Okay, so fuse wire is made of a material or it is an alloy of tin and lead. കുറേ പേര് കോപ്പർ ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. Okay, അപ്പോൾ കോപ്പർ അല്ല, it is an alloy of tin and lead. Okay, and the main peculiarity of a safety fuse or a fuse wire is it is having low melting point. Okay, why it is having low melting point? Do you know? That is, when excess current comes to our house, what happens? It can cause danger. To protect us from danger, it is having low melting point. That is, when excess current comes, the circuit breaks or the fuse wire melts and the circuit is broken and current will not enter to our house. മനസ്സിലാവുന്നുണ്ടോ? ഫ്യൂസ് വയർ മെൽട്ടായി പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് പിന്നെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. Okay, so that is the reason why it is having low melting point. Is it clear? So now I told there are situations or there are circumstances where excess current can come to our house. Can you tell me which are the situations where excess current can come? We are studying about two situations. One is short circuit. Okay, short circuit. You might have heard this word in TVs and newspaper, isn't it? Short circuit കാരണം കടകൾ കത്തി നശിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? So what is this short circuit? That is, if the positive and negative terminals of a battery comes in contact without any resistance, it is said to be short circuited. Okay, once again, if the positive and negative terminals of a battery comes in contact without any resistance, there is a condition. Resistance ഒന്നും ഇല്ലാതെ ഈ രണ്ട് വയേഴ്സ് തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ what happens? That is called short circuit. Is it clear? And what is short circuit? And the next one is overloading. Okay, overloading. What is this overloading? From the word itself we can find out. Overloading. For example, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ചാക്ക് അരി വെച്ച് തരും, 50 kg ചാക്ക് അരി വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് പിടിച്ചു തരും അല്ലേ? അത് കഴിഞ്ഞ് വീണ്ടും വെച്ച് തരികയാണെങ്കിലോ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിനും അധികം വെച്ച് തരികയാണെങ്കിലോ, you will fall down. Isn't it? The same way, if all the appliances connected together to a circuit, when the power of all the appliances connected to a circuit exceeds a particular limit, that is called overload. Okay, so once again, if the total power of all the appliances connected to a circuit increases or ആ സർക്യൂട്ടിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്
Okay, so these are the two situations where excess current can come to a house. Which are the two situations? Short circuit and overloading. Is it clear? Okay. Then, can you tell me how this fuse wire will be connected? Whether it will be connected in series or parallel? Already we have studied about series and parallel connection, isn't it? So think of that and tell me how this fuse wire will be connected in a circuit. How it will be connected? Yes, in series, isn't it? Why we are connecting it in series? What is the peculiarity of series connection? If that circuit is broken, current will not pass through that circuit, isn't it? The break ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടെ കറണ്ട് പോകാൻ പറ്റുമോ? സീരീസ് കണക്ഷനിൽ പറ്റില്ല. പക്ഷേ പാരലൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഭാഗത്ത് കട്ടായാലും മറ്റേ ഭാഗത്ത് കൂടിയിട്ടൊക്കെ കറണ്ട് പാസ് ചെയ്യും. So it can cause danger, isn't it? So that is why this fuse wire is connected in series. Okay, is it clear? So one more thing. I told when excess current comes to our house, the fuse wire melts. Isn't it? So what is happening actually there? When excess current comes, when current increases, what will happen according to Joule's law? Already we have studied, when current increases, amount of heat produced also increases. Okay, due to this heat, the fuse wire melts. Is it clear? So, due to the excess heat, the fuse wire melts and the circuit is broken. Okay. Now, tell me, why is it called safety fuse? From the word itself it is clear, to ensure safety, isn't it? So we can see how it works. When excess current or when current passes through that fuse wire, what will be produced? When current passes through a conductor, small amount of heat will be produced, isn't it? If we keep a cup of hot tea, what will happen? The heat gets transferred to the surroundings, isn't it? The same way, when this fuse wire, when current passes through this fuse wire, the fuse wire, around the fuse wire, some amount of heat is produced. So what will happen to this heat? This heat will be transmitted to the surroundings. Is it clear? That is, when current passes through the fuse wire, some amount of heat is produced in the fuse wire. Okay, so what happens to this heat? This heat gets transmitted to the surroundings. Okay, but in certain situations or while in short circuit or overloading, at that time what happens? Or in certain situations when excess current comes, when current increases, what happens to heat development? Heat development also increases, isn't it? So when current increases, more amount of heat is produced and the fuse wire cannot withstand that much heat. Okay, at that time, due to that more heat, the circuit is cut or the fuse wire melts, thereby breaking the circuit. Okay, അതിന് താങ്ങാൻ പറ്റാത്ത അത്രയും ഹീറ്റ് വരുന്ന സമയത്ത് അത് മെൽറ്റായി ബ്രേക്ക് ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? What are the precautions to be taken while connecting a fuse wire in a circuit? Okay, the first one, the ends of the fuse wire should be firmly fixed at the points. രണ്ട് പോയിന്റ്സ് നമ്മൾ ഫിക്സ് ചെയ്യുക അല്ലേ? അത് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? Second one, the fuse wire should not project outside the carrier base. The fuse wire should not project out of the carrier base. ഇത് കുറച്ച് വലുതാണ്, ബാക്കി അവിടെ ഇരുന്നോട്ടേ പറഞ്ഞിട്ട് അവിടെ വെക്കേണ്ട, തൂക്കി കടത്താൻ പാടില്ല. കാരണം എന്താ? നമ്മൾ അറിയാതെ വെച്ച് അതിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? So it should not project out of the carrier base. That is the second one. And the third one, appropriate anchorage should be selected. While selecting the fuse wire, we have to look at the anchorage. Accordingly, we have to select the fuse wire. So our next topic is electric power. Already we have studied about power, isn't it? What is power? It's the work done in unit time. Okay, so what
It is the energy consumed by an electrical appliance in unit time. Once again, it is the energy consumed by an electrical appliance in unit time. That is electric power. Okay, so can you tell me the formula for power? Already we have studied that. Power is equal to work by time. Okay, power is equal to work by time. According to Joule's law, work done is equal to heat produced. Okay, so we can write W is equal to H. Is it clear? Now what you have to do is, instead of this W, you can write it as H. P is equal to H by T. What is H according to Joule's law? H is equal to I square RT. So, I square RT by T. Okay, so T and P get cancelled. What is remaining? P is equal to I square R. This is the formula for power. Another formula for power. Okay, P is equal to I square by R. Is it clear? Now, we will derive one more formula for power. So take this equation. P is equal to I square R. P is equal to I square R. Okay. Now can you tell me what is I according to Ohm's law? I is equal to V by R. I is equal to V by R. So instead of this I, you are substituting V by R. Okay, so P is equal to V by R. I square R, right? So into R. Is it clear? So we can write V square by R square into R. So what is happening? V square by R. P is equal to V square by R. This is another formula for power. P is equal to V square by R. So now you got two formulas for power. What are the formulas? P is equal to I square R. Second one, P is equal to V square by R. Okay, then one more formula we will derive. Again take this equation. P is equal to I square R. Okay, so in this case we have substituted for I, isn't it? Now in this here we are going to substitute for R. Okay, again back to Ohm's law. What is R according to Ohm's law? R is equal to V by I. Okay, so instead of this R you are substituting V by I. So what will happen? P is equal to I square into, instead of R, V by I. Okay, so what will happen? We can cancel. I square means I into I. So we are cancelling it. And what is remaining? IV. So P is equal to IV. That is the third equation for power. Okay, so we have studied three formulas now. First one, P is equal to I square R. Second one, P is equal to V square by R. And the third one, P is equal to IV. P stands for power, I is the current, R is the resistance and V is the voltage. Is it clear? So you have to study these three formulas. Okay, so these three formulas I will be asking in the next class. Is it clear? See, what is power? P is equal to IV. You know this formula, isn't it? For power, P is equal to I. So what is I from this? I is equal to P by V. Okay, so while discussing the safety fuse, I have told appropriate amperage should be selected. So how will you find out the amperage? You know the unit of current is ampere. So we can write amperage is equal to what is the unit of power? Watt. Isn't it? So wattage by V, voltage, isn't it? So wattage
wattage by voltage. So this is how you will find out the amperage. Amperage is equal to wattage by voltage. Is it clear? So accordingly you can find out the amperage and select the fuse bar. Is it clear? Let's do this problem. Okay. Read the question. A heating appliance has a resistance of 150 ohm. If 2 ampere current flows through it, what is the power of the appliance? So here what you have to do? You have to write down what are the values given here. So see here has a resistance of 150 ohm. So resistance R is equal to 150 ohm. Okay. Then what is given? If 2 ampere current, so current is given. Current is denoted by the letter I. I is equal to 2 ampere. And what do you have to find out? What is the power of the appliance? You have to find out power. So here, which formula you will use? Already we have studied 3 formulas. What are the formulas? P is equal to V square by R. Then P is equal to IV. Then P is equal to I square R. Okay. So from these 3 formulas, which formula you will be using here? You can use I square R. Since I and R are given. P is equal to I square R. Okay, how much is I? 2. 2 square into, how much is resistance? 150. 4 into 150, which is equal to, how much? 460. Unit of power is watt. Okay, unit of power is watt. That already we have studied. So this is the answer. Okay, understood how to do the problem? Just write down all the values given, substitute in the formula. Okay. So let's do one more question. Okay. See here. A current of 0.4 ampere. Let's do one more problem. Okay. Read the question. A current of 0.4 ampere flows through an electric bulb working at 230 ohm. What is the power of the bulb? Again you have to find out the power. See what are the values given here? A current of 0.4 ampere. So I is equal to 0.4 ampere. Okay, I is equal to 0.4 ampere. Then flows through an electric bulb working at 230 ohm. What is that? Voltage. Voltage V is equal to 230 volt. Then what do you have to find out here? What is the power of the bulb? So we have to find out power. Here which formula you will be using? P is equal to IV. IV. How much is I? 0.4 into 230. Okay. What is 0.4 into 230? 92. 92. Okay. So it's easy to find out power, isn't it? Just you have to study the formulas. 3 formulas you have to study. Is it clear? So write these 2 questions in your file. Okay. And go through the video, and if you have any doubts, you can contact me. Okay. See you in the next class.